ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ബ്രേസ്ലെറ്റ്. അപ്പം നമ്മൾ മുത്ത് കൊണ്ടുള്ള ബ്രേസ്ലെറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഗിയർ വെയറാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ മെയിൻ ഐറ്റമായ വൈറ്റ് മുത്താണ്. അപ്പം വൈറ്റ് മുത്തിട്ടാണ് നമ്മൾ ഈ ബ്രേസ്ലെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല, വൈറ്റ് മുത്ത് മാത്രമാണ് ഇട്ട് ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കൊളുത്താണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ഹൂക്ക് വിത്ത് ചെയിൻ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ 3 മണിയുണ്ട്. അപ്പം നമുക്ക് 1, 2 കാര്യങ്ങൾക്കായിട്ട് 3 മണി ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ചെയിനാണ്. അപ്പോൾ ഈ ചെയിൻ എന്തിനാണെന്ന് നിങ്ങൾക്ക് സംശയം വരും. ചെയിനിൻ്റെ ഇത്രയും ഒരു ചെറിയ ഭാഗം മാത്രം നമുക്ക് മതി കേട്ടോ. നമ്മുടെ ബ്രേസ്ലെറ്റ് ഒന്ന് മോടിയൊക്കെ പിടിപ്പിക്കണ്ടേ. പിന്നെ ഇത് ഫ്യൂസ് സ്റ്റാറാണ് കേട്ടോ. അപ്പോൾ ഫ്യൂസ് സ്റ്റാറും വേണം, ചെയിനും വേണം. അത് കുറച്ച് എക്സ്ട്രാ പണിക്കാണ് കേട്ടോ, കുറച്ചും കൂടെ ഭംഗി വരുത്താനാണ് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിന്, നമ്മളുടെ അളവിന് ആവശ്യത്തിനുള്ള ഗിയർ വെയർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗിയർ വെയർ നമ്മളിതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ ഒരു സെറ്റ് കൊളുത്ത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബാക്കി വരുന്ന ഗിയർ വെയറും കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് മുത്തുകൾ പറക്കി നമുക്ക് കൊരുത്ത് തുടങ്ങാം. എപ്പോഴും നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുത്തുകൾ നല്ല ഷൈനിങ്ങും ഇച്ചിരി വലിപ്പമുള്ള മുത്തുകളാണ് നല്ല ഭംഗി കേട്ടോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 24 മുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ ബാക്കി ആ ഒരു കൊളുത്തും കൂടെ വെച്ച് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ ഇതൊരു സാധാരണ ബ്രേസ്ലെറ്റ് അല്ലേ, അപ്പം നമുക്ക് ഇത് പോരാ. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഇത് ഇച്ചിരി ഭംഗിയാക്കണം. നമ്മൾ 2 വീലറിലൊക്കെ പോകുമ്പം ഇച്ചിരി നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ എല്ലാവരും ഒന്ന് കാണണം. ഓക്കെ, അപ്പം നമുക്ക് ഈ ബ്രേസ്ലെറ്റിനകത്ത് കുറച്ച് ആഡിങ്ങും കൂടെ നമുക്ക് ചെയ്യാം. അപ്പം അതിനാണ് നമ്മൾ നേരത്തെ ചെയിൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാലയും കൊലുസും ഒക്കെ ഉണ്ടാക്കുന്ന ആ ചെയിനുകളുടെ സെക്ഷനിലുള്ളതാണ്. ഇതാണ് ഏറ്റവും കട്ടി കൂടിയ ചെയിൻ. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ചെയിൻ എത്രയാണോ ആവശ്യം, ഒരാളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള ചെയിൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി ഇതിനകത്ത് നമുക്ക് ആ വൈറ്റ് മുത്ത് വെച്ചില്ലേ നമ്മൾ ഈ ബ്രേസ്ലെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ വൈറ്റ് മുത്ത് നമുക്കൊന്ന് ഹാങ് ആക്കി ഇട്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്യൂസ് സ്റ്റാർ ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂസ് സ്റ്റാർ നമ്മൾ വലിയ മുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂസ് സ്റ്റാർ അങ്ങ് അകത്തോട്ട് കയറിപ്പോകും കേട്ടോ. അപ്പോൾ അതൊട്ടും ശരിയായ രീതിയല്ല. അപ്പം നമ്മൾ ഫ്യൂസ് സ്റ്റാർ അതിൻ്റെ അകത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ചെറിയ മുത്തൂട് ഇട്ടാൽ മാത്രമേ നമുക്ക് വലിയ ബീഡിൻ്റെ ആ ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കത്തുള്ളൂ, ആ ഒരു ഹോളിൽ കേട്ടോ. അപ്പം നമ്മളിതാ 3 മണി ഇട്ട് നമ്മൾ ഫ്യൂസ് സ്റ്റാറിനകത്ത് നമ്മൾ വൈറ്റ് മുത്തും ഇട്ട് നമ്മളിതാ ആ ഒരു ചെയിൻ്റെ സൈഡിൽ നമ്മൾ കൊരുത്തിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിലെ കമ്മലൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ നമ്മളുടെ ആ ഒരു മുത്ത് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഫ്യൂസ് സ്റ്റാർ എടുത്ത് അപ്പം അതിൻ്റെ ഒരു കമ്പിയും ഈ ചെയിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമ്മളുടെ കൊളുത്തിൻ്റെ ആ ഒരു വട്ടത്തിലോട്ടും കൂടെ നമ്മളതിട്ടൊന്ന് ഉറപ്പിക്കാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം ചെയിനിലേക്ക് നമ്മൾ ആ ഫ്യൂസ് സ്റ്റാർ കയറ്റിയിട്ട് നമ്മൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് കറക്കി അതൊന്ന് മുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുറുക്കിയിട്ടുണ്ട്. അപ്പം അതിന് ശേഷം അതിൻ്റെ ബാലൻസ് വരുന്ന കമ്പിയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല സെറ്റാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇതായി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തതിനെക്കാട്ടിയും നല്ല ഭംഗിയില്ലേ ആ ഒരു ഹാങ്ങിങ് വന്നപ്പോൾ. നമ്മുടെ ബ്രേസ്ലെറ്റ് വളരെ സിമ്പിളുമാണ് എങ്കിൽ പവർഫുള്ളുമാണ്. ഓക്കെ, അങ്ങനെയല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കൊരു പുതിയ വ്ലോഗിൽ കാണാം.